നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ. എന്തൊക്കെയാണ് നടന്നത്? ദമാമിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ ഫഹദ് സ്റ്റേഡിയത്തിൽ അവിശ്വസനീയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അൽ ഇത്തിഫാക്കിനോട് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പുറകിൽ പോയ അൽ നസർ ഇവിടെ ഓൾറെഡി GK റെഡ് കാർഡ് കണ്ട് പുറത്തു പോയതാ. എന്നിട്ടൊരു 18-കാരൻ പയ്യനെ ഗോൾ വലയത്തിന് മുന്നിൽ നിർത്തി അവൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് 2 ഗോളും വഴങ്ങി നിൽക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ 2ാം പകുതിയിലേക്ക് കളിക്കളത്തിലേക്ക് വിടുന്നില്ല. സൂപ്പർ താരങ്ങളെ പിൻവലിക്കുന്നു കോച്ച് ആംഗെ പോസ്റ്റെക്കോഗ്ലു. ഒടുവിൽ 3-2 അൽ നസർ അവസാന നിമിഷത്തിലെ സാദിയോ മാനയുടെ വിന്നറിൽ വിജയിച്ചു കയറുന്നു. അൺബിലീവബിൾ, അവിശ്വസനീയമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു കംബാക്കാണ്. യെസ്, അൽ ഇത്തിഫാക്കിനെ അൽ നസർ ദമാമിൽ പോയിട്ട് 2-3 പരാജയപ്പെടുത്തിയിരിക്കുന്നു. അൽ നസറിന് വേണ്ടി സാദിയോ മാനെ ഇരട്ട ഗോളുകൾ നേടുമ്പോൾ അൽ അംറിയുടെ വകയായിരുന്നു ഒരു ഗോള്. ഡ്യൂഡയും മെഡ്രാനുമാണ് അൽ ഇത്തിഫാക്കിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ അൽ നസറിൻ്റെ ഗോൾ വല കാത്തുകൊണ്ട് ബെൻഡോ, പക്ഷേ 12ാമത്തെ മിനിറ്റിൽ റെഡ്. അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, ജാവോ ഫെലിക്സ്, സാദിയോ മാനെ, കിങ്സ്ലി കോമൻ, മധ്യനിരയിൽ സാമു കോസ്റ്റ, ഏഞ്ചലോ ഗബ്രിയൽ, അങ്ങനെ അവരുടെ കിടിലൻ ടീമിനെ തന്നെ കോച്ച് പോസ്റ്റെക്കോഗ്ലു കളിക്കളത്തിലേക്ക് വിട്ടു. പക്ഷേ എല്ലാം താറുമാറായത്, എല്ലാ പ്രതീക്ഷകളും എല്ലാ പ്ലാനുകളും തെറ്റിയത് 12ാമത്തെ മിനിറ്റിലാണ്. അൽ ഇത്തിഫാക്കിൻ്റെ താരം ബോളുമായിട്ട് മുന്നോട്ട് കയറുമ്പോൾ ബെൻഡോ പെനാൽറ്റി ബോക്സ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി തടയാൻ ശ്രമിച്ചത് ഒരു ഫൗളിൽ കലാശിച്ചു. റഫറിക്ക് മറ്റൊന്നും നോക്കാനുണ്ടായിരുന്നില്ല, റെഡ് കാർഡ് എടുത്തു കൊടുത്തു. അതാ അൽ നസർ 10 പേരായിട്ട് ചുരുങ്ങുന്നു. പിന്നെ ഗബ്രിയലിനെ പിൻവലിച്ച് 18-കാരൻ പയ്യൻ അൽ ഒതൈബിയെ ഗോൾ കീപ്പറായിട്ട് ഇറക്കുന്നു. നവാഫ് അൽ അക്കീദിക്ക് പരിക്കായതുകൊണ്ടാണ് താരത്തെ ഇറക്കാതിരുന്നത് എന്നാണ് കോച്ചിൻ്റെ വിശദീകരണം. 18-കാരൻ പയ്യൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ, കോൺഫിഡൻസ് ഇല്ലായ്മ തിരിച്ചടിയാവുന്ന കാഴ്ച. 38ാമത്തെ മിനിറ്റിൽ തടയാമായിരുന്നൊരു ബോള്, അത് സ്വന്തം വലയിലേക്ക് കയറുന്നത് പയ്യൻ നോക്കി നിൽക്കേണ്ട അവസ്ഥ. അവൻ ശ്രമിച്ചു, നോക്കി നിന്നല്ല അവൻ ശ്രമിച്ചു. പക്ഷേ ഏതൊരു ഗോൾ കീപ്പർക്കും സിംപിളി തടയേണ്ട ഒരു ലോങ് റേഞ്ചർ ഷോട്ട് വലയിലേക്ക് കടക്കുന്നു. 31ാമത്തെ മിനിറ്റിൽ 1-0 അൽ ഇത്തിഫാക്ക് മുന്നിൽ. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് മെദ്രനും അതുപോലെ തന്നെ ഒരു ഗോൾ അടിക്കുന്നു. ഒരിക്കൽ കൂടി അൽ ഒതൈബയുടെ ഒരു മോശമായിട്ടുള്ള പ്രകടനമാണ് തീരുമാനമായത്, ഇങ്ങനെ പണി കിട്ടാൻ കാരണമായത്. അതിനിടയ്ക്ക് മെസ്സി ചാൻഡുകൾ. ക്രിസ്ത്യാനോ വലിയ രൂപത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഗോൾ കീപ്പറുടെ നേരെയൊക്കെ അദ്ദേഹം കാണിക്കുന്നത് അങ്ങനെയല്ല സേവ് ചെയ്യേണ്ടത്, ഇങ്ങനെ പഞ്ച് ചെയ്യണം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനോ എക്സ്ട്രീംലി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഹാഫ് ടൈമിൽ ടീം കയറി പോകുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാമായിരുന്നു. എന്നാൽ കോച്ച് നമ്മൾ ആരും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം അതാ പിൻവലിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല, പകരം അൽ ഖൈബരി ഓൺ. വാവ്, നിങ്ങൾ എപ്പോഴെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന ഒരു ടീം 2 ഗോളിന് പുറകിൽ പോയിട്ട് ഇടവേള സമയത്ത് അദ്ദേഹത്തെ പിൻവലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടെ പോസ്റ്റെക്കോഗ്ലു ആ തീരുമാനമാണ് എടുത്തത്. അങ്ങനെ കളി മുന്നോട്ട് പോകവേ വീണ്ടും മാറ്റങ്ങളിലേക്ക് പോകുന്നു. കിങ്സ്ലി കോമനെ പിൻവലിക്കുന്നു, അൽ നജിയെ ഇറക്കുന്നു, സാമു കോസ്റ്റയെ പിൻവലിക്കുന്നു, അൽ ഹംദാനെ ഇറക്കുന്നു. വിദേശ സൂപ്പർ താരങ്ങളെ പിൻവലിച്ച് അൽ നസർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചെങ്കിൽ തെറ്റി. കൃത്യമായ കണക്ക് കൂട്ടലുകളിലായിരുന്നു കോച്ചിൻ്റെ ആ തീരുമാനം. ജാവോ ഫെലിക്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് 74ാമത്തെ മിനിറ്റിൽ സാദിയോ മാനെ ഗോളടിച്ചുകൊണ്ട് അൽ നസർ തിരിച്ചുവരവിന് തുടക്കമിട്ടു. തൊട്ടു പിന്നാലെ വീണ്ടും ജാവോ ഫെലിക്സിൻ്റെ അസിസ്റ്റ്. അൽ അംറിയുടെ ഗോൾ 77ാമത്തെ മിനിറ്റിൽ 2-2 സമനില. പിന്നെ അവസാന ഘട്ടത്തിൽ അൽ നസറിന് വേണ്ടി 90 മിനിറ്റും കഴിഞ്ഞതിന് ശേഷം അതാ സാദിയോ മാനയുടെ ഗോൾ പിറക്കുന്നു. അൽ നജയുടെ അസിസ്റ്റ്, മുന്നോട്ട് കയറി ബോളുമായിട്ട് പോയി സാദിയോ മാനെ ഫിനിഷ് ചെയ്യുന്നു. 2-3 അൽ നസർ വിജയിച്ചായിരുന്നു. വല്ലാത്തൊരു തിരിച്ചുവരവിൻ്റെ സ്റ്റോറിയാണിത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.